ഈ കുങ്കുമപ്പൂവിലുള്ള സഫ്രാനൽ അല്ലെങ്കിൽ കരോട്ടനോയിഡ്സ് എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻസ് ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആ ഗ്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡെയിലി റൂട്ടീനിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 50 ഗ്രാമാണ് ഉണ്ടാക്കിയത്. ഫോർമുല ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് സഫ്രോൺ. ആദ്യം തന്നെ നമ്മളൊരു സഫ്രോൺ ജ്യൂസ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ 100 ഗ്രാമിന് 0.12 ഗ്രാമാണ് നമ്മൾ എടുത്തത്. അത്രയും വേണ്ടാത്തവർക്ക് അത്രയും എടുക്കണ്ട. കാരണം നമ്മൾ ചെറിയ ഗ്രാം ഉണ്ടാക്കുമ്പോൾ ഇത് ശരിക്കും ഗോൾഡ് അളക്കുന്ന പോലെയുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ മെഷീനിൽ ഇത്രയൊക്കെ ഇട്ടാലേ നമുക്ക് അത്രയും ഒരു വെയിറ്റ് അതിലേക്ക് വരുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 0.6 100 ഗ്രാമിന് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 0.12 സഫ്രോൺ എടുത്തിട്ട് അതിലേക്ക് 99.88 ഗ്രാം വാട്ടറാണ് ഞാൻ സഫ്രോണിൻ്റെ വാട്ടർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച ശേഷം ഈ സഫ്രോണിലേക്ക്, നമ്മൾ എടുത്ത് വെച്ച സഫ്രോണിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കണം. അപ്പോൾ അതിട്ട് തിളപ്പിക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകുന്നതാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മളൊരു 3-4 മണിക്കൂർ നന്നായിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ശരിക്കും അതിങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ മെൽറ്റായി പോണ പോലെ രീതിയിൽ നമുക്ക് ഈ ഫ്ലവർ കാണാൻ സാധിക്കും.